മുടി കാണട്ടെ ആൾക്കാര്. ഇതാണ് സാധനം. എന്റെ ചാനലില് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളി. ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറക്കരുത്. അതെ, ആരും പറഞ്ഞുകൊണ്ട് എന്തായാലും ചെയ്യണം. ഹലോ മക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോ നമ്മുടെ അലിയന് ആദ്യമായിട്ട് നമ്മുടെ ഓഫീസിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളെ ഓഫീസ് എങ്ങനെയുണ്ടല്ലേ? നിങ്ങളെ ഓഫീസ് ഞാൻ മുന്നേ കൂടെ ഒക്കെ പോകുമ്പോ അതിന് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഉള്ളിൽ ഇപ്പോഴാണ് ഉഷാർ. നിങ്ങളെ ഓഫീസ് ഇത്ര ഉള്ളു, വേറെ ഉണ്ടോ? അപ്പുറത്തുണ്ട്. ഇതാണ് മെയിൻ ക്യാബിൻ അല്ലേ? പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കണം. കാരണം നമ്മുടെ പ്രൊഡക്റ്റിന്റെ വലിയൊരു ഫാനാണ് ചക്കര. അത് ശരി. അപ്പൊ പ്രൊഡക്റ്റ് ഗിഫ്റ്റ് ഉണ്ടോ? അപ്പൊ ഗിഫ്റ്റ് ഉണ്ട്. കാരണം ചക്കര നമ്മുടെ പ്രൊഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. ചക്കരക്ക് ഹെയറിന്റെ പ്രോബ്ലം വന്നിട്ട് നമ്മളെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് വീണ്ടും മേടിച്ചിട്ടുണ്ട്. എന്നോട് പറഞ്ഞിരുന്നു ചക്കര നിങ്ങളെ പ്രൊഡക്റ്റ് ഉപയോഗിക്കലുണ്ട്. അപ്പൊ അതൊരു സമ്മാനം കൊടുത്തൊരു സർപ്രൈസ് ആയി. ഇത് ഹാൻഡ് മെയ്ഡ് ആട്ടോ. നമ്മളൊരു കൂട്ടുകാരൻ എഴുതിയതാണ് ചിത്രം വരച്ചത്. ഞാൻ കരുതി ഇത് വന്നപ്പോഴേ സ്റ്റിക്കർ ആണെന്ന് വിചാരിച്ചു. ശരിക്കും ഞാൻ ഇരിക്കണത് ഇവിടെ, പക്ഷെ ഞാൻ ഇരിക്കലില്ല. നമ്മളെ ഈ ചെക്കന്മാരെ നമ്മളെ വൈബില് അല്ല. ഇവിടെ ഇത് അബ്ദുള്ള, ഇത് ഷെയ്ഖ് അബ്ദുള്ള. ഓക്കെ, അപ്പൊ ഇതാണ് ഓഫീസ് ക്യാബിൻ അല്ലേ? ഓഫീസ് ഇവിടെയാണ്. അഥവാ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ ഓരോരുത്തർക്കും കാർ പാർക്കിംഗ് പറയുമ്പോൾ ഇവിടെ അഥവാ നമ്മള് ചെക്കന്മാരൊക്കെ ഓഫീസിൽ കിടക്കും, അല്ലെങ്കിൽ നമ്മള് സ്റ്റുഡിയോയിൽ കിടക്കും. സ്ഥലം ഉണ്ടല്ലോ. നമ്മള് വർത്താനം പറയല്, നമ്മൾ ഡിസ്കസ് നമ്മുടെ ബിസിനസിന്റെ അപ്ഗ്രേഡ് കാര്യങ്ങള്, എല്ലാ പ്ലാനും, അളിയന്റെ കല്യാണത്തിന്റെ പ്ലാനിങ്ങുകൾ അടക്കം ഇവിടെ നമ്മൾ ഇവിടെ നിന്നിട്ടാണ് എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തത്. നമ്മളെ പ്രൊഡക്ട്സ് അതാണ്. ഇനി നമ്മളവിടെ പോയിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഷാനു എപ്പത്തെയും പോലെ ഇപ്പോഴും ലേറ്റ് ആയിട്ടുണ്ട്. വർക്കല്ല, ഇയാളെ മാനിപ്പനെ കൊണ്ടേക്കാൻ പോയില്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ 1:30-2 മണി ആയി. അത് കഴിഞ്ഞിട്ട് ഇവിടെ പോയി, മറ്റേ അൽസിബി പോയി, ഓനെ കൊണ്ടേക്കാൻ പോയി. ചെരുപ്പൂരിട്ടോ ഉള്ളിൽ കയറി. അതെന്താ ഉള്ളിൽ കയറിയോ? അല്ലെ, ഞാൻ അലനോട് പറയണേ, ഇവിടെ ഇരിക്കുന്നത് ഷാനുവിന്റെ പെങ്ങളമാണ്, ഇവിടെ ഇരിക്കുന്നത് എന്റെ അമ്മാന്റെ മോൻ, ഇവിടെ ഇരിക്കുന്നത് എന്റെ മൂത്തമ്മാന്റെ മോന്. അപ്പൊ പുറത്തേക്കുള്ള പരിപാടികൾ ഇവിടെ അല്ലാതെ ലൈറ്റുകളെത്തൂടാ. ഒന്നും പുറത്തു പോയിട്ടില്ല, ഉള്ളതൊക്കെ ഇവിടെ തന്നെ കിട്ടിക്കോട്ടെ. അല്ല, ഇതാണ് നമ്മളെ സെറ്റപ്പ് കേട്ടോ. അതോ നമുക്കിപ്പോ മൊബൈലിലാണ് നമ്മള് മാർക്കറ്റ് ചെയ്യുന്നെങ്കിലും നമ്മൾ ഡീൽ ചെയ്യുന്നതൊക്കെ സിസ്റ്റത്തിലാണ്. മാർക്കറ്റിങ്ങിന് വേണ്ടി ഞാൻ നമ്മളെ വീഡിയോഗ്രാഫറെ ലാസ്റ്റ് ആയിരിക്കാം. അപ്പൊ ഇവിടെ ഇങ്ങനെ നമ്മളെ സെറ്റപ്പുകൾ ഇങ്ങനെയാണ്. പിന്നെ നമ്മളത് ആമസോണിലുണ്ട്, ഫ്ലിപ്കാർട്ടിലുണ്ട്, മീഷോയിലുണ്ട്, ജിയോ മാർട്ടിലുണ്ട്, എല്ലാത്തിലുണ്ട്. അങ്ങനെ എല്ലാ പരിപാടിയും നമ്മളുണ്ട്. ഇതാണോ, ഇത് ആമസോണിൽ പോണ സാധനങ്ങളാണിത്. ഈ കൊല്ലത്തിലും പോകുന്നത്. ആമസോണിൽ നമ്മുടെ പ്രൊഡക്റ്റ് ഇങ്ങനെയാണ് പോവുക. ആമസോണിൽ അപ്പൊ ആൾക്കാർ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് പാക്ക് ചെയ്തിട്ട് നമ്മളാണ് വിടുക. അത് ആമസോണിൽ ഇത് സ്കാൻ ചെയ്തിട്ട് പേയ്മെന്റ് ചെയ്യുന്ന പരിപാടികളാണ്. പിന്നെ ഇവിടെ നമ്മുടെ പാക്കിംഗ് സെക്ഷൻ, ഇവിടെ നമ്മുടെ ഉള്ള ആള് പുറത്തുള്ളതല്ല, എന്റെ വൈഫിന്റെ കൂട്ടുകാരത്തെയാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോലെ ഒക്കെ ആൾക്കാർ തന്നെ. ഓളിങ്ങനെ ഇവിടെ ഇരുന്നിട്ട് പാക്കിംഗ് സെക്ഷന്, ബില്ലിംഗ് സെക്ഷന്, ബുക്കിംഗ് സെക്ഷന് അപ്പോൾ അപ്പു കൈകാര്യം ചെയ്യും ഇവിടെ ഇരുന്നിട്ട്. അങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ഇതാണ് നമ്മുടെ പാക്കിംഗ് സെക്ഷൻ. അവിടെ എല്ലാം ഇവിടെ നമ്മുടെ സ്റ്റോക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ഏരിയയിലാണ്. ഇത് നമുക്ക് ഇന്ന് പോവാനുള്ള സ്റ്റോക്കാണ്. ഇന്ന് നമ്മള് ഇന്ന് അയക്കാനുള്ള സംഭവമാണ്. അത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് കാര്യങ്ങളുണ്ട്. കാരണം അത് വേണമല്ലോ, അതല്ല നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ ഒരു പരിപാടി. ഞാനിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞാല് ആളിന് നമ്മള് ഗിഫ്റ്റ് കൊടുക്കണ്ടേ? എന്നോട് വന്നപ്പോ തന്നെ പറഞ്ഞു മുടി കൊഴിച്ചിലുള്ളതും മുടി കൊഴിച്ചിലിന് സംരക്ഷിക്കാനും വളരാനും. അല്ല, മുടി കൊഴിച്ചിലുള്ള ആൾ തന്നെയാണ്. നമ്മുടെ 3 പ്രൊഡക്റ്റാണ് കൊടുക്കാം. അതെ, അപ്പൊ എന്തായാലും നമ്മുടെ 3 പ്രൊഡക്റ്റിനാണ് വരാം. അപ്പൊ നമ്മൾ ഐശ്വര്യമായിട്ടാണ്ട് മേടിക്കാന്നല്ല. എന്നോട് പറഞ്ഞു എന്തോ ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എനിക്കെന്താ ഗിഫ്റ്റ് ചോദിച്ചു. അധികാരമായിട്ട് അങ്ങനെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ആദ്യമായിട്ട് വന്നപ്പോ ഗിഫ്റ്റിലാണ് നമ്മുടെ ചാനൽ തുറക്കുന്നത് തന്നെ. അപ്പൊ നമ്മളെ അളിയനൊരു നമ്മുടെ സന്തോഷത്തിന് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ പറഞ്ഞു ഓർഡർ ചെയ്താൽ ഇത് കാണുന്നവർക്ക് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് നമ്മൾ ഗിഫ്റ്റ് ഒക്കെ ഗീവ് ഒക്കെ തരും. ഇത് നിങ്ങൾക്ക് ഹെയർ സംബന്ധമായ പ്രോബ്ലം ഉണ്ടെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ മീഷോയിലോ അല്ലെങ്കിൽ ഇന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ തരും. അപ്പൊ ഇതില് നമ്മളെ പ്രൊഡക്റ്റുകളുണ്ട്. വെറും ബോക്സ് അല്ല കേട്ടോ, സാധനമുണ്ട്.
ഹെയർ ഓയിൽ ഉണ്ട്, ഷാമ്പു ഉണ്ട്. അയച്ചോക്കട്ടെ. നമ്മളെ പാക്കിംഗ് അപ്പൊ അങ്ങനെയാണ് നമ്മുടെ ഒരു സംഭവങ്ങള്, നമ്മളെ ജീവിതമാർഗം ഇതാണ്. അത് ഫേസ് വാഷ് അതോ വെളുത്തിട്ട് പാറകളല്ല കേട്ടോ, നമ്മളെ മുഖത്ത് നോർമലി വെയിൽ കൊണ്ട് വന്നിട്ട് ഒരു കറുപ്പ് ടാന് വരിക, ചെറിയ നമ്മളെ കുരു വന്ന പാടുകൾ കാര്യങ്ങള് മുഖം. നമ്മളിപ്പോ അപ്പൊ വീഡിയോ എടുക്കുന്ന ഐഫോണിലാണ്. ഐഫോണിൽ വീഡിയോ എടുത്ത ക്ലാരിറ്റി കൂടും, സാധാ ഫോണിൽ വീഡിയോ എടുത്ത ക്ലാരിറ്റി കുറയും. അതായത് നമ്മുടെ ഉള്ള മുഖം ബ്രൈറ്റ്നസ് ആവുക, പ്രൊട്ടക്ഷൻ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഫേസ് വാഷ് ഉള്ളത്. പിന്നെ ഹെയർ ഓയിൽ, ഷാമ്പു അറിയാലോ. ഇതിപ്പോ ശരിക്കും താരന് മുടി വെച്ചിലൊക്കെ താരന് മുടി വെച്ചിലും മുടി വളരാനും മുടി തിക്നെസ് ലെങ്ത് അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും കുറച്ച് നമുക്ക് ഉപയോഗിക്കാം. റിസൾട്ടബിൾ ആണ്. എനിക്ക് പറഞ്ഞ രണ്ട് കാര്യമുള്ള ആളാണ് ഞാൻ. മുടി വെച്ചിട്ട് വേറെ എന്തുണ്ട്, അലിയത് ഉപയോഗിച്ചിട്ട് അലിയന്റെ ചാനലിൽ റിവ്യൂ അല്ല എന്റെ തന്നെ റിവ്യൂ ഇടാം. അലിയന്റെ ചാനൽ റിസൾട്ട് ചക്കര റിസൾട്ടബിൾ കസ്റ്റമർ ആണ്. ചക്കര ഇത് ആൾറെഡി ഇവിടുന്ന് 2ാം വട്ടം 3ാം വട്ടം ഒക്കെ വാങ്ങുന്നത് നമുക്ക് റിസൾട്ടബിൾ ആണ്. പിന്നെ നോക്കല് വീഡിയോ ചെയ്തിട്ടുണ്ട്, ഷാന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അഥവാ വേറെ വലിയ സംഭവമുണ്ട്. ഈ സംരംഭം ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോ ഷാനും ഞാനും പോയിട്ടാണ് ഇത് പ്രൊഡക്റ്റ് ആദ്യമായിട്ട് ഫസ്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടാളും പോയിട്ടാണ് ഈ പ്രൊഡക്റ്റിന്റെ ആദ്യത്തെ വീഡിയോ ചെയ്യുന്നത് ഷാനും ഉമ്മയാണ്. അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട് ഇതിന്റെ ബാക്കില്. അത് ആദ്യത്തെ വീഡിയോ ഔട്ട് പോകുന്നത് ഷാനുന്റെ ചാനലിലാണ്. ഷാനും ഉമ്മി ഫസ്റ്റ് വീഡിയോ ആണ് ചെയ്തത്. പിന്നെ ഉദ്ഘാടനം ചെയ്തത് നമ്മളെ ഉമ്മയാണ്. പിന്നെ അവിടെ ബെൽബോൺ ഉദ്ഘാടനം ചെയ്തത് നമ്മളെ ഉമ്മയാണ്. അങ്ങനെയുള്ള സംരംഭങ്ങളൊക്കെ അങ്ങനെ നടക്കുന്നത്. ഇനി നമ്മളെ ക്യാമറമാനോന്റെ മുടി നമ്മൾ കാണിക്കാം. ഇത് പുറത്തുള്ളതല്ലോ, മുടി കാണട്ടെ ആൾക്കാര്. തമിഴിലാണ്. ഇതാണ് സാധനം. എനിക്ക് ദിക്കും കൂടി എന്നെ വെട്ടിപ്പിച്ചത് ഈ ക്യാമറയുടെ ബാക്കിലുള്ള ഷാനുവിന്റെ കറുത്തുകാരാണ്. ഒന്നും മൂപ്പിച്ചിട്ടേ തമിഴിലിടാ അല്ലെ. ഒരാളത്ത് എനിക്കൊണ്ടിരുന്നു, പക്ഷെ ഇങ്ങനെ പലതിലല്ല ബണ്ണെടുക്കട്ടെ മുകളിലേക്ക്. ഇത് പെണ്ണുങ്ങൾക്ക് അസൂയാവൂല്ലേ, ചില പെണ്ണുങ്ങൾക്ക് അസൂയ. മോനെ കാണുമ്പോ മോനെ കണ്ടിട്ട് നമ്മളെ ഈ പഠിച്ചിട്ട് മുടി വളർത്തിയതാണ്. അപ്പൊ എന്തായാലും മക്കളെ ഒരുപാട് സന്തോഷം കേട്ടോ. ഒരുപാട് അത് ഞാനാ പറയണ്ടത്. ഒരുപാട് സന്തോഷം. അല്ല നമുക്ക് അളി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പുറത്തുള്ള ഒരാളല്ലപ്പോ, കാരണം നിലവിൽ നമ്മളെപ്പോഴുള്ള ഒരാളാണ്. എപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മളെ ബന്ധങ്ങളൊക്കെ എന്നും. പിന്നെ അപ്പൊ അളിയനെ നമ്മളെ ഓഫീസിലേക്ക് വരാനും നമുക്ക് ഓഫീസ് ഇങ്ങനെ അളിയന്റെ വഴി ഒന്ന് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താനും പറ്റിയത്. കാരണം എന്നെ സംബന്ധിച്ച് അളിയൻ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ ബ്രാൻഡായ ആയർലുക്കിന് ഒരു മാർക്കറ്റിംഗ് സത്യം എന്താ ഷാനക്ക് പറയുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് അളിയനെ സംബന്ധിച്ച് നമുക്ക് ഇത് പറയുമ്പോ 10 കസ്റ്റമർ എന്റെ ബ്രാൻഡ് അറിയാം. അല്ല ഇതിപ്പോ രസമല്ല, നിങ്ങൾ മെയിൻ ആയിട്ട് ഇങ്ങോട്ടുള്ള ആൾക്കാരല്ലേ മെയിൻ ആയിട്ട് ഇൻഷാല്ലാ ഞാൻ ഉപയോഗിച്ചിട്ട് നമ്മുടെ നാട്ടിൽ വേണമെങ്കിൽ ഇത് നമുക്ക് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും എവിടെയാണ് ഡെലിവറി കിട്ടും. ഇന്ത്യയിൽ എവിടെയാണ് ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടും പെയ്ഡ് ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ എവിടെയാണ് നമ്മൾ എത്തിച്ചു കിട്ടും. അത് നമുക്ക് വിഷയമല്ല. പിന്നെ ആമസോൺ ഉണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്. ആയുർലുക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് പിന്നെ വേറെ എന്തുണ്ട്, ഞാൻ പറഞ്ഞതുകൊണ്ടോ അളിയൻ പറഞ്ഞതുകൊണ്ടോ ഷാന് പറഞ്ഞതുകൊണ്ടോ നിങ്ങൾ മേടിക്കരുത് കേട്ടോ. ഉപയോഗിച്ചിന്റെ കസ്റ്റമർ റിവ്യൂസുകൾ ഉണ്ട് നമ്മുടെ പേജുകളിൽ. ഈ വീഡിയോ ഇപ്പൊ ഒരാൾ കാണാണ്, ഇത് ഉപയോഗിച്ച കസ്റ്റമർ ഇതിന്റെ താഴെ വന്നിട്ട് പറയും ഞാൻ ഉപയോഗിച്ചു അടിപൊളിയാണ്, അല്ലെങ്കിൽ പറയും ഞാൻ ഉപയോഗിച്ചു അടിപൊളി അല്ല എന്നും പറയും. രണ്ടും പറയും. അപ്പൊ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ റിവ്യൂസ് ഇഷ്ടം പോലെ റിവ്യൂസ് ആണ്. അത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പറ്റില്ല കേട്ടോ. ആമസോൺ റിവ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് ഇടുന്നതാണ്, പോസിറ്റീവായിട്ട് പറയുന്നത്. അഥവാ നമുക്ക് വേറെ സംഭവം ഇത്രയും ഹെയർ ഓയിലുകൾ ഉണ്ടാവുമ്പോൾ നമ്മളെ പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നിൽക്കണമെങ്കിൽ അതിനതിന്റേതായ കാര്യം ഉണ്ടാവും. പിന്നെ തീർച്ചയായും വലിയ വലിയ ബമ്പന്മാരായ എത്ര ബ്രാൻഡുകൾ ഉണ്ട്. അതിന്റെ ഇടയിൽ നമ്മളും ഭാവിയിൽ ബമ്പന്മാരാവട്ടോ. അപ്പൊ അതിൽ നമ്മൾ പിടിച്ചു നിൽക്കുന്നുണ്ട്. അപ്പോ നമ്മളെ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ കാരണം അല്ലെ, നമ്മളെ ചെറിയൊരു വീഡിയോ ആണ്. അപ്പൊ ആദ്യം വന്നപ്പോ നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായതാണ്. അപ്പൊ എന്റെ ചാനലില് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തോളി, ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. അതെ, ആരും പറഞ്ഞുകൊണ്ട് എന്തായാലും ചെയ്യണം തീർച്ചയായിട്ടും. പറഞ്ഞിട്ട് ഷാനുവിന്റെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എല്ലാരും എല്ലാ പ്ലാറ്റ്ഫോമിലും എത്തിന്നോട്ടെ. അതെ, സന്തോഷം. അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ കൂടുതൽ നമ്മൾ ഇങ്ങനെ വലിച്ചിട്ടില്ല. നമ്മൾ സന്തോഷങ്ങളായിട്ട് പങ്കുവച്ചാണ് വീഡിയോ ഇവിടെ അവസാനിക്കാണ്. ബൈ.